ഹായ് ഗൈസ്, ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. STRനെ നായകനാക്കി വെട്രിമാരൻ സംവിധാനം ചെയ്തു വരുന്ന ഒരു ഗ്യാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ ചിത്രമാണല്ലോ അരസൻ. നിലവിൽ ഷൂട്ടിംഗ് വർക്കുകൾ നടന്നു വരുന്ന അരസന്റെ ഒരു പ്രൊമോ വീഡിയോ റിലീസിനൊരുങ്ങുന്നു. ഈ വരുന്ന ഒക്ടോബർ 16 തീയതി വൈകിട്ട് 6 മണി മുതൽ ചിത്രത്തിന്റെ പ്രൊമോ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചു തുടങ്ങും. തുടർന്ന് ഒക്ടോബർ 17 തീയതി രാവിലെ 10:07 പ്രൊമോ വീഡിയോ യൂട്യൂബിൽ റിലീസ് ചെയ്യുക. വെട്രിമാരന്റെ തന്നെ വടച്ചെന്നൈ യൂണിവേഴ്സിൽ നടക്കുന്ന കഥയാണ് അരസന്റേത്. STRനൊപ്പം സമുദ്രക്കനി, കിഷോർ കുമാർ, ആൻഡ്രിയ തുടങ്ങിയവരും ചിത്രത്തിൽ താരങ്ങളായിട്ടെത്തും. മാത്രമല്ല അരസനിൽ ധനുഷിന്റെ ഒരു കാമിയോ റോൾ ഉണ്ടെന്ന തരത്തിൽ ചില ന്യൂസുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്നാൽ അതൊരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഒന്നുമല്ല. ഹോളിവുഡിൽ നിന്നും വലിയ പ്രതീക്ഷകളോടെ വരാനിരിക്കുന്ന സിനിമയാണ് പ്രിഡേറ്റർ ബാഡ്ലാൻഡ്സ്. പ്രിഡേറ്റർ ഫ്രാഞ്ചൈസിയിലെ 8ാമത്തെ സിനിമയായി വരാനിരിക്കുന്ന ബാഡ്ലാൻഡ്സിന്റെ ഫൈനൽ ട്രെയിലർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ടെക്നിക്കൽ ക്വാളിറ്റിയിലും മേക്കിംഗിലുമൊക്കെ ചിത്രം മികച്ചു നിൽക്കുന്നു. മേ ബി ഇതുവരെ വന്നിരിക്കുന്ന പ്രിഡേറ്റർ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായി ബാഡ്ലാൻഡ്സ് മാറാൻ സാധ്യതയുണ്ട്. ഈ വരുന്ന നവംബർ 7 തീയതി ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും. നിലവിൽ കേരളത്തിലെ തിയേറ്ററുകളിൽ ഒരു തരംഗം സൃഷ്ടിച്ച് പ്രദർശനം നടത്തി വരുന്ന സിനിമയാണല്ലോ രാവണ പ്രഭുവിന്റെ റീ റിലീസ്. ചിത്രം റീ റിലീസിന് എത്തിയത് മുതൽ ആരാധകർക്കിടയിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വൻ ചർച്ചാ വിഷയമാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഞാനും ഇന്ന് പോയിരുന്നു രാവണ പ്രഭു കാണാൻ. ഈ സിനിമ തിയേറ്ററിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്ന് ആസ്വദിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഇനി ചിത്രത്തിന്റെ 3 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ 3ാം ദിവസമായ ഇന്നും 70 കോടി രൂപയ്ക്ക് മുകളിൽ ഒരു കളക്ഷനിലേക്ക് രാവണ പ്രഭുവിന് എത്തപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാവണ പ്രഭുവിന്റെ 3 ദിവസത്തെ ടോട്ടൽ കളക്ഷൻ 2,20,00,000 രൂപയിലേക്കും എത്തപ്പെട്ടിട്ടുണ്ട്. സൂര്യ നായകനാക്കി RJ ബാലാജി സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ കറുപ്പ്. ചിത്രത്തിന്റെ റിലീസ് അപ്ഡേറ്റ് പലരും കമന്റ് മുഖേന ചോദിച്ചിരുന്നു. ഇതിനൊരു ഉത്തരം എന്ന വണ്ണം കറുപ്പ് സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് സംവിധായകൻ RJ ബാലാജി തന്നെ ഇന്നലെ ചില കാര്യങ്ങൾ തുറന്നു പറയുകയുണ്ടായി. കറുപ്പ് ഈ വരുന്ന ദീപാവലി ദിനത്തിൽ പുറത്തിറക്കാനുള്ള തീരുമാനത്തിലായിരുന്നു ഇരുന്നത്. എന്നാൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പൂർത്തീകരിക്കാൻ കുറച്ച് സമയം കൂടുതൽ വേണ്ടി വന്നതിനാലാണ് ദീപാവലി റിലീസിൽ നിന്ന് ഞങ്ങൾ പിന്മാറിയത്. ഇനി എന്തായാലും ഈ വർഷം ചിത്രം റിലീസ് ചെയ്യുന്നില്ല. അടുത്ത വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ കറുപ്പ് റിലീസ് ചെയ്യാനുള്ള പദ്ധതികൾ ചിത്രത്തിന്റെ പ്രൊഡ്യൂസറായ SR പ്രഭു ആരംഭിച്ചിട്ടുണ്ട്. ഒഫീഷ്യൽ പ്രഖ്യാപനം ഉടൻ തന്നെ പുറത്തു വരുമെന്നാണ് RJ ബാലാജി സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ കറുപ്പ് സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു റൂമറും സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട്. ചിത്രത്തിന്റെ ക്ലൈമാക്സ് പോർഷനിൽ ഒരു കാമിയോ കഥാപാത്രം എത്തുന്നുണ്ടെന്നും കന്നഡ താരം ഋഷഭ് ഷെട്ടിയാണ് ആ ഒരു കാമിയോ കഥാപാത്രം ചെയ്യുകയെന്നുമാണ് റൂമറുകളിൽ സൂചിപ്പിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൂവി ടീം തന്നെ അത് ഒഫീഷ്യലായി പുറത്തുവിടുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം. തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം നടത്തിവരുന്ന കന്നഡ പാനിന്യ ചിത്രമാണല്ലോ കാന്താര ചാപ്റ്റർ 1. ചിത്രം റിലീസിനെത്തിയിട്ട് ഇന്നേക്ക് 11 ദിവസങ്ങൾ തികഞ്ഞിരിക്കുകയാണ്. ഈ 11 ദിവസത്തെ കാന്താരയുടെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് മാത്രം കാന്താര 11 ദിവസങ്ങൾ കൊണ്ട് 43,50,00,000 രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് റിലീസിനെത്തിച്ച കാന്താര അടുത്ത വീക്കോടുകൂടി കേരളത്തിൽ നിന്ന് മാത്രം 50 കോടി കളക്ഷൻ നേടുന്ന സിനിമയായി മാറുമെന്ന കാര്യം നിസ്സംശയം പറയാൻ സാധിക്കും. ഇനി വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ 11 ദിവസങ്ങൾ കൊണ്ട് കാന്താര ചാപ്റ്റർ 1 600 കോടിക്ക് മുകളിൽ ഒരു കളക്ഷനിലേക്ക് എത്തപ്പെട്ടു കഴിഞ്ഞു. ബോളിവുഡിൽ നിന്നും പുറത്തു വന്നിട്ടുള്ള വ്യത്യസ്തമായ ഒരു സൂപ്പർ ഹൊറർ മൂവിയാണ് തുമ്പാട്. ഈ സിനിമയെപ്പറ്റി എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞിടയ്ക്ക് പോലും ഈ ചിത്രം റീ റിലീസും ചെയ്തിരുന്നു. അതിന് പിന്നാലെ തന്നെ തുമ്പാടിന് ഒരു 2ാം ഭാഗം വരുമെന്ന് വാർത്തകൾ പുറത്തു വന്നതാണ്. ഇപ്പോൾ ഈ സിനിമയുടെ ഭാഗത്തു നിന്നും ലഭിച്ചിരിക്കുന്ന അപ്ഡേറ്റ് എന്തെന്നാൽ അടുത്ത വർഷം 2026 തുടക്കത്തിൽ തന്നെ തുമ്പാട് 2 ചിത്രീകരണം ആരംഭിക്കും. തുമ്പാട് വെറും 5 കോടി രൂപ ബഡ്ജറ്റിലായിരുന്നു തയ്യാറായതെങ്കിൽ 2ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ 150 കോടി രൂപയോളം ബഡ്ജറ്റിലാവും തുമ്പാട് 2 ഒരുങ്ങുക. പിന്നെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വേഷത്തിൽ കങ്കണ റാവത്ത് അഭിനയിക്കുന്നുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. കന്നഡ സിനിമയ്ക്ക് കാന്താര സിനിമ പോലെ ബോളിവുഡിൽ ലഭിച്ചിരിക്കുന്ന ഒരു ജെമ്മാണ് തുമ്പാട്. കാത്തിരിക്കാൻ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി. കാർത്തിക നായകനാക്കി PS മിത്രൻ സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് സർദാർ 2. നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നു വരുന്ന സർദാർ 2 റിലീസ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കാർത്തി 2 വ്യത്യസ്ത വേഷങ്ങളിലെത്തുന്ന ചിത്രത്തിൽ SJ സൂര്യ, മാളവിക മോഹൻ, രജിഷ വിജയൻ, യോഗി ബാബു എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തും. 2026 ഏപ്രിൽ 15 തീയതിയാണ് സർദാർ 2 തിയേറ്ററുകളിലേക്ക് എത്തുക. ഇനി നമുക്ക് 2010 ശേഷം മോളിവുഡിൽ നിന്നും മൈൽ സ്റ്റോൺ കളക്ഷൻ നേടിയ സിനിമകൾ ഏതൊക്കെയെന്ന് പരിശോധിക്കാം. ആദ്യമായി 50 കോടി കളക്ഷൻ നേടിയ സിനിമ 2013 ലാലേട്ടൻ ജിത്തു കോംബോ ഒന്നിച്ച ദൃശ്യം. ആദ്യമായി 100 കോടി കളക്ഷൻ നേടിയ സിനിമ 2016 ലാലേട്ടൻ വൈശാഖ് കോംബോ ഒന്നിച്ച പുലിമുരുകൻ. ആദ്യമായി 150 കോടി കളക്ഷൻ നേടിയ സിനിമ 2023 ടൊവിനോ, ആസിഫ് അലി, കുഞ്ചാക്കോ ബോബൻ, ജൂഡ് ആന്റണി കോംബോ ഒന്നിച്ച 2018. ആദ്യമായി 200 കോടി കളക്ഷൻ നേടിയ സിനിമ 2024 സൗബിൻ, ശ്രീനാഥ് ബാസി, ചിദംബരം കോംബോ ഒന്നിച്ച മഞ്ഞുമൽ ബോയ്സ്. ആദ്യമായി 250 കോടി കളക്ഷൻ നേടിയ സിനിമ ഈ വർഷം പുറത്തു വന്ന ലാലേട്ടൻ പൃഥ്വിരാജ് കോംബോ ഒന്നിച്ച എമ്പുരാൻ. ആദ്യമായി 300 കോടി കളക്ഷൻ നേടിയ സിനിമ റീസെന്റായി പുറത്തു വന്ന കല്യാണി പ്രിയദർശൻ ഡൊമിനിക് അരുൺ ചിത്രം ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഇനി അടുത്ത ബെഞ്ച്മാർക്കായ 350 കോടി കളക്ഷൻ നേടാൻ സാധ്യതയുള്ള മലയാള സിനിമ ഏതായിരിക്കും? അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ശിവകാർത്തികേയന്റെ മദ്രാസി എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഏരിയ ബേസിൽ അത് പരിശോധിക്കുകയാണെങ്കിൽ കേരള 2,30,00,000 രൂപ, തമിഴ്നാട് 6,55,00,000 രൂപ,
ആന്ധ്ര തെലങ്കാന 5,85,00,000 രൂപ, കർണാടക 10 കോടി രൂപ, ഓവർസീസ് 22,70,00,000 രൂപ. 180 കോടി രൂപയോളം ബഡ്ജറ്റിലെത്തിയ മദ്രാസിയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 98,30,00,000 രൂപ. ചിത്രം ഓൾ ടൈം ഡിസാസ്റ്ററായി തന്നെ മാറിക്കഴിഞ്ഞു. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ അടുത്തതായി ആരംഭിക്കാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയുടെ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഫാലിമി എന്ന ചിത്രത്തിന്റെ സംവിധായകനായ നിതീഷ് സഹദേവാണ് അടുത്ത മമ്മൂട്ടി ചിത്രം സംവിധാനം ചെയ്യുക. ഒരു മാസ് ആക്ഷൻ ത്രില്ലർ പശ്ചാത്തലത്തിൽ തയ്യാറാവുന്ന ഈ ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് വർക്കുകൾ പൂർത്തിയാക്കിയ ശേഷം മൂവി ടീം പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. മമ്മൂട്ടി കമ്പനിക്ക് വേണ്ടി മമ്മൂക്ക തന്നെ നിർമ്മിക്കുന്ന ഈ പുതിയ പ്രോജക്ടിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ കാത്തിരിപ്പുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ലോക ചാപ്റ്റർ 1 ചന്ദ്ര മലയാളത്തിലെ ആദ്യ 300 കോടി കളക്ഷൻ നേടുന്ന സിനിമയായി മാറിക്കഴിഞ്ഞു. റിലീസ് ചെയ്ത് കൃത്യം 46 ദിവസങ്ങൾ കൊണ്ടാണ് ലോക ഈ നേട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ചിത്രത്തിന്റെ ഡീറ്റെയിൽഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്നും മാത്രം 120 കോടി 40 ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും മാത്രം 59 കോടി 60 ലക്ഷം രൂപയും ഓവർസീസിൽ നിന്നും 119 കോടി രൂപയും സ്വന്തമാക്കിയ ലോകയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 300 കോടി രൂപയാണ്. ഇനി ചിത്രത്തിന്റെ OTT റിലീസ് അപ്ഡേറ്റ് പലരും കമന്റ് മുഖേന ചോദിച്ചിരുന്നു. പല ആവർത്തി ലോക OTT റിലീസിന് ഒരുങ്ങുന്നുവെന്ന് ന്യൂസ് വരികയും പിന്നീട് അതെല്ലാം വെറും വ്യാജ വാർത്തകളാണെന്ന് മൂവി ടീം അറിയിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ്. എന്തായാലും ചിത്രം 300 കോടി കളക്ഷൻ എത്തിയതിന് പിന്നാലെ ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ് എന്ന തരത്തിൽ ഒരു ന്യൂസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അതായത് ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ OTT അവകാശങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയിട്ടുണ്ടെന്നും വരുന്ന ഒക്ടോബർ 20 ദീപാവലി സ്പെഷ്യലായി ചിത്രം OTT റിലീസ് ചെയ്യും. കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ 19 തീയതി ലോക OTT റിലീസ് ചെയ്യുമെന്നാണ് ഈ ഒരു ന്യൂസിൽ സൂചിപ്പിക്കുന്നത്. കാത്തിരിക്കാം മൂവി ടീമിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി.